ഹായ് നമസ്കാരം. ഇന്ന് ഞാനേ ശകലം ഉള്ളിവട ഉണ്ടാക്കാൻ പോവാം. അത് നിങ്ങളൊന്ന് കാണിക്കാം. അതിന് വേണ്ടി ഞാനൊരു ഇത്രയും മൈദാമാവ് എടുത്തിട്ടുണ്ട്. എല്ലാത്തോട്ടിടുക. പിന്നെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചെടുത്തതാണ്. അതുകൂടി ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് കറിവേപ്പില സോറി, ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ട് കുഴച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഒരു അര സ്പൂണ് സോഡാപ്പൊടി. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചിട്ടാൽ പ്രത്യേകം ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ അരിഞ്ഞിട്ടാൽ അതുപോലെ തന്നെ അതിനകത്തിരിക്കും. അത് ചതച്ചിടാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പച്ചമുളക് ഒക്കെ ഇച്ചിരി ഇട്ടുള്ളൂ. എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം. അങ്ങനെ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാവെല്ലാം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തി കുഴച്ച് വെക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ മാവിൻ്റെയും കൂട്ടല്ല, ഇത് നല്ലപോലെ പുളിച്ച് പൊന്തണം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുഴച്ച് വെക്കണം. എന്നെങ്കിലേ ഇത് പുളിച്ച് പൊന്തത്തുള്ളൂ. പുളിച്ച് പൊന്തിയില്ലെങ്കിൽ ഉള്ളിവട കല്ല് പോലെ ഇരിക്കും, പൊങ്ങി വരുത്തതുമില്ല. അതുകൊണ്ട് അതനുസരിച്ച് കുഴച്ച് വെക്കണം. 2 അല്ല 4 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. അതനുസരിച്ച് വെള്ളം ചേർത്ത് വെക്കാവുള്ളൂ. പുളിച്ച് പൊന്തിയാൽ നല്ലതുപോലെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് നമുക്കിതൊരു 2 മണിക്കൂർ അടച്ചു വെക്കാം. അപ്പോൾ അത് 2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ മാവെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ പൊന്തി വരണം. ഇപ്പോൾ 2 മണിക്കൂറായി ഞാനിത് കുഴച്ച് വെച്ചിട്ട് നല്ലപോലെ പൊന്തി അയഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനിയൊന്ന് ഉള്ളിവട ചുട്ടെടുക്കാം. ഉണ്ടോ, നല്ലപോലെ മാവ് അയഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചൂടാകട്ടെ. ചൂടായെന്നറിയാൻ ഞാൻ ഒരു ശകലം എടുത്തിട്ടിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പിടിച്ചിടാം. പിടിച്ചിടുമ്പോൾ നമ്മുടെ ഈ തള്ളവിരലിൻ്റെ കൊണ്ട് നടുക്കൊന്ന് കുത്തിയിട്ട് വേണം ഇടാൻ. മാവ് അയഞ്ഞതാണെങ്കിൽ നല്ല വൃത്തിക്ക് പൊങ്ങി വരും, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല വൃത്തിക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. നല്ലതുപോലെ മാവ് അയഞ്ഞ് പൊന്തിയത് കൊണ്ടാണ് ഉള്ളിവടയും പൊന്തി വന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഉള്ളിവട തിന്നണമെങ്കിൽ നമുക്ക് ഒരു ഉള്ളിവടയ്ക്ക് 10 രൂപ കടയിൽ കൊടുക്കുന്നത്. ഒരു 1/4 കിലോ മൈദ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ചുണ്ടാക്കി കൊടുക്കാനുള്ള സാധനം കിട്ടും. അത് ഇച്ചിരി നേരം മാവ് അയയുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഉള്ളിവടയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. മായമൊന്നും ചേരാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കുത്തിയെടുക്കാം. കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കോ ഉള്ളിവടയ്ക്ക്. ഇതിനകത്ത് ഒരു മായവും ഇല്ല, ഒന്നുമില്ല.
അങ്ങനെ ആദ്യത്തെ എല്ലാം നമ്മൾ ഇറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ തള്ളവരലയിലിരിക്കുവാണ് ഉള്ളിവടയുടെ കിഴുത്ത വീഴുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിവടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് ഇത്രയും മൂക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ട്രിപ്പ് ഇത്രയും മൂപ്പിച്ചാണ് എടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം അല്ലാത്ത രീതിയിലും എടുത്തിട്ടുണ്ട്. ചിലർക്ക് മൂക്കണം, ചിലർക്ക് മൂക്കണ്ട. അതേ രീതിയിലാണ് ഉള്ളിവട. എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ ഉള്ളിവട? കണ്ടോ നല്ല പൊന്തി വന്ന് നല്ല മയമുള്ള ഉള്ളിവട. ഇത് അങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞത് കൂട്ട് ചതച്ചിടുന്നവരും ഉണ്ട്, അരിഞ്ഞിടുന്നവരും ഉണ്ട്. ചതച്ചിട്ടാൽ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ചതച്ച് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഉള്ളിയും കൂടെ ചതച്ചിട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. ബായ്.